ഹായ് ഫ്രണ്ട്സ്, നമ്മളന്ന് അരീക്കോട് എടവണ്ണ പോവാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഇതാണ് നമ്മുടെ മാസി. ആര് എവിടെ പോവുകയാണെങ്കിലും അവനും കാണും കൂടെ പോരാൻ. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നിങ്ങൾ കാറ് പൊക്കോ, ഞാൻ സൈക്കിളിൽ വരാമെന്നും പറഞ്ഞ് സൈക്കിളിൽ ഓടിച്ചാടി കയറിയെങ്കിലും കാറ് റൂട്ടിലൊക്കെ ഇറങ്ങണത് കണ്ടപ്പം അവൻ്റെ മനസ്സ് മാറി. അവൻ കാറിലേക്ക് ഓടിക്കയറി. ഉപ്പപ്പാൻ്റെ ഉമ്മമ്മാൻ്റെയും കൂടെയാണ് കേട്ടോ ഞാനും ഉമ്മയും മാസിയും പോണത്. ഉപ്പപ്പാക്കും ഉമ്മമ്മാക്കും ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എൻക്വയറിക്ക് വേണ്ടിയാണ് നമ്മൾ അരീക്കോട് പോകുന്നത്. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായി. ഞാനിടുന്ന പാട്ടൊന്നും അവന് പറ്റാതെ അവൻ കുറേ സജസ്റ്റ് ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തായാലും കുറച്ച് ദൂരം പോയപ്പോഴേക്കും അവന് മനസ്സ് മാറി. ഇനി എപ്പോഴാണ് എത്തുക, നമ്മളെവിടെ എത്തി, എത്ര പോകണം എന്നുള്ള ചോദ്യമായിട്ട് അവൻ രംഗത്തിറങ്ങി. അങ്ങനെ നമ്മൾ അരീക്കോട് മൂർക്കനാട് എത്തി. മൂർക്കനാടിലെ വിവ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഓഫീസിലേക്കാണ് നമ്മൾ വന്നത്. അവിടെ ഉപ്പയും ഉമ്മയും എൻക്വയറിക്ക് വേണ്ടി കയറി. ഞാനും ഉമ്മയും മാസിയും കൂടെ കാറിലിരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാഞ്ഞിട്ടും മാസി ഓരോ വികൃതികളിലൊക്കെ ഏർപ്പെട്ട് കുറേ വികൃതി അണിച്ചും കുറേ സൈലൻ്റ് ആയിരുന്നു. അങ്ങനെ ടൈമുകൾ പോയി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പം ഉപ്പയും ഉമ്മയും എൻക്വയറിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമുക്ക് ഈ വരവിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഉപ്പപ്പാക്ക് ഡൗട്ടുകൾ ക്ലിയർ ആവണില്ല തോന്നുന്നു. വീണ്ടും ചോദിച്ചും കൊണ്ടേ അവിടെ ഇരിക്കുക. ഞങ്ങൾ ഒരുപാട് സമയമായി കാറിൽ അവരെയും വെയിറ്റ് ചെയ്തിട്ടിരിക്കണം. അങ്ങനെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കണ്ട് ഉപ്പ വന്ന പാടെ ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ വേണം, കുറേ സമയമായി ഇരിക്കണമെന്ന് പറഞ്ഞ്. അത് കേട്ട പാടെ അടുത്തുള്ള കടയിൽ നിന്ന് മിഠായിയപ്പം മേടിച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ കൈ കിട്ടിയ പാടന്നെ അത് കഴിക്കാൻ തുടങ്ങി. കാറിലാക്കരുത്, കൈയൊന്നും കാറിൽ തോത്തരുതെന്ന് ഉപ്പ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ മൈൻഡ് വെക്കാതെ ഞങ്ങൾ കഴിച്ചുകൊണ്ടേയിരുന്നു. നല്ല മിഠായിയപ്പായിരുന്നു, നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസിൻ്റെ സ്ഥലത്തെത്തിയിട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇസനെ കൂട്ടണം, തിരിച്ചു പോകണ വഴി. അങ്ങനെ ഇസ നമ്മുടെ കണ്ട പാടന്നെ എൻ്റെ കയ്യിൽ ചാടി. നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ആൾ. നല്ല ചിരിയും കളിയൊക്കെ ആയി പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഇൻട്രസ്റ്റിൽ തന്നെയാണ് ആൾ റെഡി ആയതൊക്കെ പോവാൻ. അപ്പോഴേക്കും ഉമ്മ, അതായത് ഇസൻ്റെ ഉപ്പാൻ്റെ ഉമ്മ, ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. അവിടെ പോയാൽ എന്തെങ്കിലും ഉമ്മക്ക് തന്നു വിടണം. അപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. ഒരു ഷൂ ഇടുമ്പോൾ ഒരു ഷൂ വരും, ഒരു ഷൂ ഇടുമ്പോൾ മറ്റേ ഷൂ വരും. അങ്ങനെ ഇസൻ്റെ ഉമ്മ ഇട്ടിട്ട് പോയി, ഷൂ ഇടണ്ടെന്നും പറഞ്ഞു. അപ്പോഴാണ് ഉമ്മ ലൈമും, നല്ല ഫ്രഷ് ലൈമും ഉണ്ണിയപ്പം, ഉമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പനെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയപ്പം അവിടുന്ന് കാണിച്ച ഇൻട്രസ്റ്റ് ഒന്നും ആളെ മുഖത്തില്ലായിരുന്നു. പിന്നെ ഫുള്ള് മൂഡ് ഓഫ് ആയിരുന്നു ആള്. അവള് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹെയർ പിന്നൊക്കെ കുത്തി കൊടുത്തെങ്കിലും അവൾ ഫുള്ള് സൈലൻ്റായി. അപ്പം ഇത്രയേ ഉള്ളൂ. ഞങ്ങളങ്ങനെ വീട്ടിൽ പോട്ടെ. ബൈ ബൈ, സി യു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,